കർത്താവ് നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10000 പേരും വരും. പക്ഷെ അടുത്ത് വരികയല്ല, ഇങ്ങനെ റൗണ്ട് അടിച്ച് നിൽക്കുമല്ലോ. പ്രീസറോ ഇവിടെ ദാവീദിന് 23-ാം സങ്കീർത്തനത്തിൽ നിന്ന് ഒരു ഭയങ്കര ദൂത് പറയാൻ പോവാ. ആ പിശാച് വലത്തൂടെ വന്നപ്പം അവിടെ ഒരു വടിയിരിക്കുന്നു, അതിലേക്ക് കയറാൻ പറ്റത്തില്ല. ഈ ഇടതുവശത്തൂടെ വന്നപ്പം ഇവിടെ ഒരു കോലിരിക്കുന്നു, കയറാൻ പറ്റത്തില്ല. നിന്റെ വടിയും കോലും തന്നെ. അപ്പൊ വലതുവശത്ത് കർത്താവ് വടി വെച്ചിട്ടുണ്ട്, ഇടതുവശത്ത് എന്ത് വെച്ചിട്ടുണ്ട്? നിങ്ങൾക്ക് അത്ഭുതം തോന്നും. ഈ പാപ്പാൻ ചായ കുടിക്കാൻ പോകുമ്പോൾ ആനയുടെ കാലം വടി വെച്ചിട്ട് കൊണ്ടുണ്ടോ? കണ്ടിട്ടുള്ളവർ കേൾപ്പിക്കട്ടെ, കൊണ്ടുവന്നിട്ടില്ലാത്തതുകൊണ്ട്. അപ്രീശ്വരം വളരെ ശ്രദ്ധിക്കണം. അങ്ങേ സൈഡിൽ ഒരു വടി വെച്ചിരിക്കുക, ഇങ്ങേ സൈഡിൽ കോല് വെച്ചിരിക്കുക. ഈ 2 വശത്തൂടെ പിശാച് വന്നപ്പോൾ കയറാൻ പറ്റത്തില്ല. ഇവിടെ തമ്പുരാന്റെ വടിയിരിപ്പുണ്ട്, അങ്ങേ സൈഡിൽ വന്നപ്പോൾ കോല് വിരിപ്പുണ്ട്. എന്നാൽ നേർക്ക് നേരെ ആയാക്കാന്ന് വെച്ചാൽ പിശാച് നേരെ വന്നു. 23-ാം സങ്കീർത്തനത്തിൽ അവിടെ ശത്രുക്കളുടെ മേശയുണ്ട്, ഫ്രണ്ടിൽ മേശ കിടപ്പുണ്ട്, കയറാൻ പറ്റത്തില്ല. സ്തോത്രം. അല്ലെങ്കിൽ വലതുവശത്ത് വടിയിരിപ്പുണ്ട്, ഇടതുവശത്ത് കോലിരിപ്പുണ്ട്. ഫ്രണ്ടിൽ കൂടെ വന്നപ്പോൾ എന്തിരിപ്പുണ്ട്? മേശയിരിപ്പുണ്ട്, കയറാൻ പറ്റത്തില്ല. പുറകിൽ കൂടെ വന്നു. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമെല്ലാം നിന്നെ പിന്തുടരും. പുറകിൽ നന്മയുണ്ട്, വലതുവശത്ത് വടിയുണ്ട്, ഇടതുവശത്ത് കോലുണ്ട്, ഫ്രണ്ടിൽ മേശയുണ്ട്, പുറകിൽ നന്മയുണ്ട്. 4 വശത്തും പിശാച് കറങ്ങി അകത്ത് കയറാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി യഹോവ നിന്റെ ഇടയനാണെങ്കിൽ, എന്റെ കർത്താവ് നിന്റെ രക്ഷകനാണെങ്കിലും, അന്ധകാര ശക്തിക്ക് നിന്റെ ശുശ്രൂഷകനകത്ത്, നിന്റെ ജീവിതത്തില്, നിന്റെ ഭവനത്തിനകത്ത് നിന്റെ മക്കളെ തൊടാൻ പറ്റുന്നത് ആരാധിക്കുക രാത്രി, ദൈവത്തെ തുതിക്കുക രാത്രി, എന്റെ ദൈവത്തിന്റെ വിടുതല അനുഭവിച്ചറിഞ്ഞു പോയാൽ മതി. നിന്റെ അനുഗ്രഹത്തിന്റെ രാത്രിയാ കൊടുക്കണ. നിന്റെ മകൻ എവിടെയാ? നിന്റെ മകൾ എവിടെയാ? പിശാച് തൊടത്തില്ല. അവന് പഠിക്കുന്നുണ്ടെന്ന്, അവന് പോയിരിക്കുന്നുണ്ടെന്ന്. നിന്റെ ഭർത്താവിനെ, നിന്റെ കുടുംബത്തെ അന്ധകാരത്തിൽ തൊടത്തിൽ ഏറ്റെടുക്കുക രാത്രി. ഇത് വിശ്വാസം. ഈ ദൂതന്റെ രാത്രി ഏറ്റെടുക്കാൻ നിനക്ക് മനസ്സുള്ള അത്ര പേരുണ്ട്. ആ ദൂതനോടാണ്, ആ ദൂതനോടാണ് പറഞ്ഞത് ഈ രാത്രി ഏറ്റെടുക്കാൻ മനസ്സുള്ളവർക്കായി തോന്നാം. ഓ ശമനസ്യ ഭയപ്പെടരുത്, പിശാചിനെ പേടിക്കരുത്. അവനൊരു ചുക്ക് നിന്നെ ചെയ്യത്തില്ല. ഒരു അന്ധകാര ശക്തിക്ക് നിന്റെ ജീവിതത്തിൽ കയറാൻ പറ്റത്തില്ല. വിശ്വസിക്കുക, ഇത് പരിശുദ്ധാത്മാവിന്റെ ദൂത, ഇത് ദൈവാത്മാവിന്റെ ദൂത. നിന്നെ സംരക്ഷിക്കുവാൻ എന്റെ തമ്പുരാൻ നിനക്ക് ചുറ്റും തന്നെ സൈന്യത്തെ പാളയം ഇറക്കിയിട്ടുണ്ട്, തന്റെ സൈന്യത്തെ പാളയം ഇറക്കിയിട്ടുണ്ട്. നീ രാത്രി വിശ്വസിക്കുക, ഇത് ദൈവത്തിന്റെ പരിപാലനത്തിന്റെ പദ്ധതിയാ. യേശു ക്രിസ്തുവിന്റെ നാമത്തില്, യേശു ക്രിസ്തുവിന്റെ നാമത്തില് ഇന്ന് രാത്രി വിടുതൽ. സകല കരങ്ങൾ ദൈവത്തെ സ്തുതിക്കട്ടെ. ഈ രാത്രി ദൈവ ശക്തിയായിരിക്കും. പരിശുദ്ധമായി ക്രിയ ചെയ്യുന്നതിനാ സ്തോത്രം. ഇന്ന് രാത്രി ഞങ്ങളെ തൊടുന്നതിനാ സ്തോത്രം. ഇന്ന് രാത്രി ദൂതനെ ഏറ്റെടുക്കുന്നതിനാൽ, അവരുടെ കുടുംബത്തിൽ വിടുതൽ സംഭവിക്കുന്നതിനാൽ, അവരുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നിടത്ത്, അവരുടെ കുഞ്ഞുങ്ങൾ ജോലി ചെയ്യുന്നിടത്ത്, അവരുടെ നാട്ടില് കടലുകൾക്ക് അപ്പുറത്ത് കുടുംബമായിരിക്കുന്നിടത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനാ സ്തോത്രം. കുട്ടി പിശാചുകളെല്ലാം കൂടി ഒരുമിച്ച് കൂടി. നമ്മുടെ പദ്ധതി ഒന്നും നടക്കുന്നില്ലല്ലോ. എന്താ അങ്ങോട്ട് ചെല്ലാൻ നടക്കാൻ പറ്റിയല്ല, പിശാച് കൊണ്ട് അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല. എന്താ ഞാൻ അങ്ങോട്ട് ചെന്നു. എന്നിട്ടോ വലതുവശത്ത് വടി, ഇടതുവശത്ത് കോല്, മുൻപിൽ മേശ, പുറകിൽ നന്മ. 4 വശം ഒന്നും നിൽക്കുക, അടുക്കാൻ പറ്റുന്നില്ല. ലൂസിഫർ പറഞ്ഞു, ഞാനൊരു പദ്ധതി പറഞ്ഞുതരാം. ഏണിയുണ്ടോ ചോദിച്ചു. ഏണി ഇങ്ങോട്ട് മാറ്റി ചാരണം അവൻ്റെ ദേഹത്തോട്ട്. 4 വശത്തൂടല്ലേ കയറാൻ പറ്റാത്ത. ഏണി വഴി മൂളി കയറിയിട്ട് അവൻ്റെ ഉച്ചയ്ക്ക് ഇരിക്കണം. ആയുസിൽ എഴുന്നേക്കാത്ത പോലെ ഇരുത്തിയാണ്. മുകളിൽ നിന്ന് ഇരിക്കാം, മുകളിൽ 4 വസ്തുക്കളെ കയറാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിശാച് റെഡി. അത് കൊള്ളാം, നല്ല പദ്ധതി. എല്ലാവരും കൂടെ പ്രശംസിച്ച് ഏണി കൊണ്ടുവന്നു. ഏണി കൊണ്ടുവന്ന് വിശുദ്ധന്റെ ദേഹത്തോട്ട് ചാരിട്ട് കയറി. വലത്തോടടി കോല്, ഫ്രണ്ടി മേശ, പുറകിൽ നന്മ. കയറാൻ പറ്റുന്നില്ല. ഏണി വെച്ച് മൂളി ചാരി ഇരിക്കാൻ നോക്കിയപ്പം അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇന്ന് രാത്രി ഹല്ലേലൂയ നിന്നെ ഇരുത്തി കളയുവാൻ, നീ വളർന്നു വരാതിരിക്കുവാൻ, നീ മുകളിലേക്ക് ഉയരാതിരിക്കുവാൻ, നിന്റെ മക്കളുടെ പഠനത്തെ അതിനെ ഇരുത്തി കളയുവാൻ, അവരുടെ മുൻപോട്ടുള്ള പഠനം നശിപ്പിച്ചു കളയുവാൻ, അവരുടെ ഭാവിയെ മുരടിപ്പിച്ചു കളയുവാൻ, അവരെ ഇരുത്തി കളയുവാൻ പിശാച് അവനെ ഏണിയുമായി വന്നപ്പോൾ എണ്ണ കൊണ്ട് തലയെ അഭിഷേകം ചെയ്ത് നിന്നെ സൂക്ഷിച്ച ദൈവത്തെ ഇന്ന് രാത്രി ആത്മാവിലും ആരാധിക്കാം. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാം. ഈ രാത്രി കാലം ഒരു ദൈവകൃപയുടെ വ്യാപരിക്കാം. അവൻ എന്റെ തലയെ, അവൻ എന്റെ തലയെ, അവൻ എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുകയാണ്. ദൈവത്തെ വാഴ്ത്തുകയാ. ഈ രാത്രി വിശ്വസിക്കുക. അവൻ എന്റെ തലയെ, അവൻ എന്റെ തലയെ, എന്റെ കുഞ്ഞുങ്ങളെ, എന്റെ കുടുംബത്തെ അഭിഷേകം ചെയ്തതിനാ. പരിശുദ്ധമാണെന്ന് പറയുക. നിന്റെ തലമുറയുടെ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദോഷത്തിനായി ശത്രുവിന്റെ പദ്ധതി മുഴുവൻ നിനക്ക് അനുകൂലമായി മാറ്റുന്ന പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം എന്ന രാത്രിയുണ്ട്. വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക.